നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹസ്രചിത്ര പ്രദർശനവും ലഹരി വിരുദ്ധ സന്ദേശ നാടക അവതരണവും നടന്നു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതിയുടെ ഭാഗമായി വികസന സെമിനാർ നടത്തി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല അമീർ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പഴുവിൽ പുത്തൻതോട് പഴയ പാലത്തിന്റെ കൈവരിയിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. എടമുട്ടം സ്വദേശി 39 വയസ്സുള്ള സനീഷാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹസ്രചിത്ര പ്രദർശനവും ലഹരി വിരുദ്ധ സന്ദേശ നാടക അവതരണവും നടന്നു. എന്ന ഹസ്രചിത്രത്തിന്റെ ആദ്യ പ്രദർശനവും സ്നേഹ കതിർമണികൾ എന്ന ലഹരി വിരുദ്ധ സന്ദേശ നാടക അവതരണവുമാണ് നടന്നത്. നാടകകൃത്തും സംവിധായകനുമായ ജോസ് ചിറമലിന്റെ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പ്രാർത്ഥന ഫിലിംസാണ് എന്ന ഹ്രസ്വചിത്രം നിർമ്മിച്ചത്. നടൻ നന്ദകിഷോർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജോസ് ചിറമലിന്റെ കഥയെ ആസ്പദമാക്കിയിട്ടാണ് ഈ സുരേഷ് സിനിമ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ലഹരിക്കല് പ്രോത്സാഹിപ്പിക്കുന്നുള്ള ഒരു നാടകവും കളിക്കുന്നുണ്ട്. അപ്പം എന്തായാലും എന്താ നാടകത്തിൻ്റെ സ്നേഹ നാടകങ്ങൾ കളിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ലഹരിയാവേണ്ടത് കലയാണ്, നമ്മുടെ ലഹരിയാവേണ്ടത് സ്പോർട്സാണ്, നമ്മുടെ ലഹരിയാവേണ്ടത് പഠിപ്പാണ്, നമ്മുടെ ലഹരിയാവേണ്ടത് നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണോ വൈദഗ്ധ്യം, ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി, അതാണ് നമ്മുടെ ലഹരിയാവേണ്ടത്. അതിനെ ലഹരിയാക്കുക, മറ്റ് ലഹരികളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഉത്തമ ഈ വിദ്യാലയത്തിൽ നിന്നും നല്ല കലാകാരന്മാർ, നല്ല ശാസ്ത്രജ്ഞന്മാർ, നല്ല രാഷ്ട്രതന്ത്രജ്ഞന്മാർ, അങ്ങനെ നല്ല ഭരണാധികാരികൾ, അങ്ങനെ പിടുക്കുള്ള കുട്ടികളും ഇടുന്ന ആൾക്കാർ ധാരാളം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. PTA പ്രസിഡന്റ് MS അലക്സി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ മുഖ്യാതിഥിയായി. അഭിനേതാക്കളായ പ്രസാദ് കിഴക്കൂട്ട്, ലതാ മോഹൻ പാലക്കാട്, സിനിമാ നാടക സംവിധായകൻ സുരേഷ് നന്മ, MPTA പ്രസിഡന്റ് IV സജിത, OSA പ്രസിഡന്റ് ഷംനാസ് ഇബ്രാഹിം, അധ്യാപിക AM വഹീദാബാനു എന്നിവർ സംസാരിച്ചു. ഹ്രസ്വചിത്രത്തിന്റെ നിർമ്മാണം രാജേഷ് V മേനോൻ, പ്രസാദ് കിഴക്കൂട്ട്, സനി വല്ലച്ചിറ എന്നിവരാണ് അഭിനേതാക്കൾ. എഡിറ്റിംഗും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് മധു പള്ളിപ്പാട്ട്. തിരക്കഥയും സംഭാഷണവും സംവിധാനവും സുരേഷ് നന്മയാണ് നിർവഹിച്ചിരിക്കുന്നത്. ലഹരിവിരുദ്ധ സന്ദേശ നാടകമായ സ്നേഹ കതിർമണികളിൽ പ്രസാദ് കിഴക്കൂട്ട്, ലതാമോഹൻ പാലക്കാട് എന്നിവരാണ് വേഷമിടുന്നത്. സംവിധാനം സുരേഷ് നന്മ. അധ്യാപകർ, PTA, MPTA, SMC, OSA അംഗങ്ങൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതിയുടെ ഭാഗമായി വികസന സെമിനാർ നടത്തി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല അമീർ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കരട് പദ്ധതി രേഖ പ്രകാശനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല അമീർ നിർവഹിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാ പ്രകാശൻ അധ്യക്ഷയായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജയ സുരേന്ദ്രൻ കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് തിലകൻ മാലിപ്പറമ്പിൽ, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത ശൈലേന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൌമ്യ രജനീഷ്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജയശങ്കർ, രാജേഷ് വല്ലച്ചിറ, വാർഡ് മെമ്പർമാരായ KV ബിന്ദു, KV സുജിത, സിജോ എടപ്പള്ളി, സജിത ജിജേഷ്, K വിശ്വനാഥൻ, രശ്മി സുരേന്ദ്രൻ, സരോജിനി സുധാകരൻ, ബെന്നി തെക്കിനിയത്ത്, വിൽസൺ പിടിയത്ത്, ജയരാജ് നടുവിൽ, ജ്യോതി പ്രവീൺ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി K ബിന്ദു എന്നിവർ സംസാരിച്ചു. പഴുവിൽ പുത്തൻതോട് പഴയ പാലത്തിന്റെ കൈവരിയിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. എടമുട്ടം സ്വദേശി 39 വയസ്സുള്ള സനീഷാണ് മരിച്ചത്. പഴുവിൽ കാരാൻ വളവിലെ ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ നാട്ടുകാരാണ് പഴയ പാലത്തിന്റെ കൈവരിയിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്തിക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഫാൻസി ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി ചേർപ്പിൽ അമ്മാളൂസ് ഓർണമെന്റ്സ് പ്രവർത്തനം ആരംഭിച്ചു. ചേർപ്പ് സെന്ററിൽ ചേർപ്പ് മാർക്കറ്റിന് എതിർവശത്താണ് അമ്മാളൂസ് ഓർണമെന്റ്സ് ഷോറൂം തുറന്നത്.
ഫാൻസി ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളുടെ കമനീയ ഷോറൂമാണ് അമ്മാളൂസ് ഓർണമെന്റ്സ്. വ്യാഴാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ സ്ഥാപന ഉടമ ഷീല ഭാഗ്യനാഥിന്റെ പേരക്കുട്ടികളായ അമ്മാളു, കൈലാഷ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഷീല ഭാഗ്യനാഥ്, വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചേർപ്പ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി അരുൺ, ട്രഷറർ മോഹനൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് രതീഷ്, വനിതാ വിംഗ് പ്രസിഡന്റ് ഷീല പ്രേംരാജ് എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. വാർഡ് മെമ്പർ ജയശ്രീ ഷാജൻ ആദ്യ വിൽപ്പന നടത്തി. നിറം പോയ ആഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും അമ്മാളൂസ് ഓർണമെന്റ് റീപ്ലേറ്റ് ചെയ്തു കൊടുക്കുന്നതാണ്. ചേർപ്പ് തായംകുളങ്ങരയിലെ ഹെർ ചോയ്സ് ഫാൻസി ഗോൾഡ് കവറിംഗ് ഓർണമെന്റ്സ് അമ്മാളൂസ് ഓർണമെന്റ്സിന്റെ സഹോദര സ്ഥാപനമാണ്. ഫോൺ 9995377839 9745775549. ബാലജന സഖ്യം തൃശൂർ യൂണിയൻ നടപ്പിലാക്കുന്ന അടുക്കളത്തോട്ടം പദ്ധതിക്ക് ഊരകം ALP സ്കൂൾ തളിർ സഖ്യം യൂണിറ്റിൽ തുടക്കം. ജൈവ പച്ചക്കറി കൃഷി പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ളതാണ് അടുക്കളത്തോട്ടം പദ്ധതി. സഖ്യാംഗങ്ങൾക്ക് പച്ചക്കറി വിത്തുകൾ നൽകി വാടങ്കം ശരണ്യ വൈശാഖദാസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സഖ്യം തൃശൂർ യൂണിയൻ സഹകാരി ഫോറം കൺവീനർ KB പ്രമോദ്, സ്കൂൾ ഇൻചാർജ് വിജയൻ ചേന്തനാത്ത്, യൂണിറ്റ് സഹകാരി ജൂലിയറ്റ്, മുൻ PTA പ്രസിഡന്റ് രാകേഷ് ഉണ്ണിയമ്പുറം, ശ്രീലക്ഷ്മി എന്നിവർ സംസാരിച്ചു. പദ്ധതി പ്രകാരം വെണ്ട, മത്തൻ, കുമ്പളം, വെള്ളരി, തക്കാളി, വഴുതിന തുടങ്ങിയ പച്ചക്കറി വിത്തുകൾ സൗജന്യമായി വിതരണം ചെയ്തു. മാള അന്നമനനടയിൽ ആനപ്പുറത്ത് കോലം കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ ആന ഇടിഞ്ഞു. ആനയുടെ ആക്രമണത്തിൽ കോലം എടുത്ത് കൊടുക്കാൻ ശ്രമിച്ച യുവാവിന് പരിക്കേറ്റു. അന്നമനട മഹാദേവ ക്ഷേത്രത്തിലെ വലിയ വിളക്ക് ഉത്സവത്തിനിടെ വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം. ശിവേലി എഴുന്നള്ളിപ്പിനായി കൊണ്ടുവന്ന അക്കിക്കാവ് കാർത്തികേയൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ആന പുറത്തേക്ക് കോലമെടുത്തു കൊടുക്കാൻ സമീപത്ത് നിൽക്കുകയായിരുന്നു മാമ്പ്ര ഇരിയാംകുടി സ്വദേശി തുറനെല്ലൂർ മനയിൽ വിവേക്. കോലം ഉയർത്തിക്കൊടുക്കാൻ ശ്രമിക്കുന്നതിനിടെ വിവേകിന്റെ ഇരുകാലുകളിലും തുമ്പിക്കൈ ചുറ്റിപ്പിടിച്ചെറിയുകയായിരുന്നു. അപ്രതീക്ഷിതമായ ആക്രമണം സ്ഥലത്തുണ്ടായിരുന്നവരെ പരിഭ്രാന്തിയിലാക്കി. പരിക്കേറ്റ വിവേകിനെ ഉടൻ തന്നെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടഞ്ഞ ആനയെ പിന്നീട് തളച്ചു. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് 2026-27 വർഷത്തെ അന്തിമ കരട് പദ്ധതി രേഖ രൂപീകരിക്കുന്നതിനുള്ള ഏകദിന വികസന സെമിനാർ നടത്തി. ഏങ്ങണ്ടിയൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത ഗിരി വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സേവ്യർ പുലിക്കോട്ടിൽ അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ കാര്യാട്ട് കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഉഷ, ഷമീറ ഷബീർ, ബ്ലോക്ക് മെമ്പർ KB സുധ, വാർഡ് മെമ്പർമാരായ റോഷിനി, ഉഷ സുകുമാരൻ, നൌഷാദ് കൊട്ടിലിങ്ങൽ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി PD പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളിൽ നിന്നുള്ള പ്രതിനിധികൾ ചർച്ചയിൽ ഉന്നയിച്ച കരട് പദ്ധതി രേഖയിലെ ആക്ഷേപങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും അധ്യക്ഷൻ മറുപടി നൽകി. ഹെൽത്തി കേരള ഫീൽഡ് ക്യാമ്പയിന്റെ ഭാഗമായുള്ള ആരോഗ്യ ബോധവൽക്കരണ വാഹന പര്യടനത്തിന് എടത്തുരുത്തി പഞ്ചായത്തിൽ സ്വീകരണം നൽകി. സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ചന്ദ്രാപിന്നി സെന്ററിൽ നടന്ന ചടങ്ങ് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK അജിതകുമാരി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നവമി പ്രസാദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ B മുഹമ്മദ്, പഞ്ചായത്ത് അംഗങ്ങൾ പെരിഞ്ഞനം CHC ഹെൽത്ത് സൂപ്പർവൈസർ ദേവദാസ്, ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ CS അനീഷ്, പബ്ലിക് ഹെൽത്ത് നഴ്സ് ഷഹാന യൂസഫ്, മറ്റുദ്യോഗസ്ഥർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് ഫ്ലാഷ് മോബ് അവതരണം, ജീവിതശൈലി രോഗ പരിശോധന എന്നിവ നടന്നു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വികസന സെമിനാർ ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു മുഖ്യാതിഥിയായി. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സക്കറിയ പദ്ധതി വിശദീകരണവും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണി ഉല്ലാസ് കരട് പദ്ധതി രേഖ അവതരണവും നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസാമോൾ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഫാത്തിമ അനസ്, പ്രജീന ബാൻ, ഷീബ സതീഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CJ ജോഷി, പഞ്ചായത്ത് സെക്രട്ടറി CM ഗിരീഷ് മോഹൻ, അസിസ്റ്റന്റ് സെക്രട്ടറി PN ആശ, CDS ചെയർപേഴ്സൺ CB ആര്യ, പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ സെമിനാറിൽ പങ്കെടുത്തു. ചാത്തക്കുളം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം കുംഭമാസം പൂയം നാളായ ഈ മാസം 28-ന് ശനിയാഴ്ച ആഘോഷിക്കും. പ്രതിഷ്ഠാദിനത്തിൽ ചാത്തക്കുളം ശ്രീധർമ്മശാസ്ത്ര പുരസ്കാര സമർപ്പണവും നടത്തും.
ശനിയാഴ്ച രാവിലെ നിർമാല്യം, വാകചാർത്ത് തുടങ്ങിയ വിശേഷാൽ പൂജകൾ നടക്കും. തുടർന്ന് പഞ്ചഗവ്യം, നവകം, കളഭാഭിഷേകം എന്നിവയും സമർപ്പിക്കും. കളഭാഭിഷേകത്തിന് ശേഷം ശ്രീഭൂതബലി, മേളം എന്നിവ നടക്കും. തുടർന്ന് രാവിലെ 11 മണി മുതൽ പടിഞ്ഞാറേ നടയിൽ പ്രസാദഊട്ട് വിതരണം ചെയ്യും. വൈകിട്ട് 6 നിറമാല, ദീപാരാധന എന്നിവയ്ക്ക് ശേഷം ഈ വർഷത്തെ ചാത്തക്കുടം ശ്രീധർമ്മശാസ്ത്ര പുരസ്കാര സമർപ്പണ ചടങ്ങ് നടക്കും. ക്ഷേത്രമൂരാളൻ ബ്രഹ്മശ്രീ DS ശങ്കർ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ പുരസ്കാര സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് VK ഹരിഹരൻ അധ്യക്ഷനാകും. ചാത്തക്കുടം ശ്രീധർമ്മശാസ്ത്ര പുരസ്കാരം കല്ലാറ്റ് ഗോപാലകൃഷ്ണക്കുറുപ്പിന് ബ്രഹ്മശ്രീ എളങ്ങല്ലൂർ സദാനന്ദ നമ്പൂതിരി സമർപ്പിക്കും. ക്ഷേത്രം തന്ത്രിമാരായ ബ്രഹ്മശ്രീ വടക്കേടത്ത് പെരുമ്പടപ്പ് കേശവൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി, ശാസ്താവിന്റെ മേളപ്രമാണി പെരുവനം പ്രകാശൻ മാരാർ, പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് A കുമാരൻ, സെക്രട്ടറി CS ഭരതൻ, പൂരം പങ്കാളി ക്ഷേത്രം ഭാരവാഹികൾ എന്നിവർ പങ്കെടുക്കും. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,820 രൂപ, പവന് 1,18,560 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹസ്രചിത്ര പ്രദർശനവും ലഹരി വിരുദ്ധ സന്ദേശ നാടകാവതരണവും നടന്നു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതിയുടെ ഭാഗമായി വികസന സെമിനാർ നടത്തി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല അമീർ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പഴുവിൽ പുത്തൻതോട് പഴയ പാലത്തിന്റെ കൈവരിയിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. എടമുട്ടം സ്വദേശി 39 വയസ്സുള്ള സനീഷാണ് മരിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.